ഹായ് ഓൾ. കളക്ഷൻ സെൻറ്റേഴ്സിലെ സ്റ്റോക്ക് അപ്ഡേറ്റും അതുപോലെ തന്നെ സ്റ്റോക്ക് റിക്വസ്റ്റും എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എല്ലാ കളക്ഷൻ സെൻറ്റേഴ്സിലെ യൂസേഴ്സിനും ഉള്ള ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് മൂന്ന് മെനൂസ് ആയിരിക്കും ഉണ്ടാവുക: സെൻറ്റേഴ്സ്, സ്റ്റോക്ക്, ഇൻവെൻട്രി. സോ സെൻറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണോ റിലീസ് സെൻറ്റേഴ്സ് നമുക്കായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളത് അത് ജസ്റ്റ് ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് കാണിച്ചിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് അഡ്വാൻസസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറേറ്റ്സ് ഉണ്ടാവും. സോ അതിൽ റിലീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ താലൂക്കിലും ഓരോ വില്ലേജിലും എത്ര ആക്റ്റീവായിട്ടുള്ള റിലീസ് സെൻറ്റേഴ്സ് ഇപ്പോൾ വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് നമുക്കുള്ളത് ഒരു കളക്ഷൻ സെൻറ്റേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര കളക്ഷൻ സെൻറ്റേഴ്സ് വെച്ച് വർക്കിംഗ് ആണെന്നുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് ഉണ്ടാവുക. ദെൻ നമുക്ക് മെയിനായിട്ടുള്ളത് സ്റ്റോക്ക് എന്നുള്ളൊരു ഏരിയ ആണ്. സ്റ്റോക്ക് ഉള്ള മെനുവിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കളക്ഷൻ സെൻറ്റേഴ്സിലേക്ക് വരുന്ന സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ അപ്ഡേറ്റും ദെൻ ഡിസ്ട്രിബ്യൂഷനാണ്, പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാനുവൽ സ്റ്റോക്ക് അപ്ഡേറ്റ് എന്നുള്ളൊരു മെനു ഉണ്ടാവും. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാനുവൽ സ്റ്റോക്ക് അപ്ഡേറ്റ് എന്നുള്ളൊരു ഏരിയ ഉണ്ടാവും. ഇതിൽ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിനകത്തും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഏതൊക്കെയാണ് നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഓക്കെ, കുട്ടി ബേബി ഫുഡ് ഓക്കെ എനിക്കൊരു 50 വേണം. ദെൻ അതുപോലെ തന്നെ ബ്രെഡ്, ദെൻ അതിൻ്റെ ഒരു 100 ക്വാണ്ടിറ്റി ഓക്കെ. മീൻസ് നമുക്ക് എത്രയാണ് റിസീവ് ആയിരിക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളോട് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതൊരു നമുക്കൊരു 10 നമുക്ക് റിസീവ് ആയി. ഓക്കെ, അങ്ങനെ ഓരോ പ്രൊഡക്ട്സും എത്ര വെച്ച് നമുക്ക് റിസീവ് ആയി എന്നുള്ളത് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തു. ജസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂഷനാണ് മെയിനായിട്ട് എടുത്തത്. ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമുക്കിതിൽ സ്റ്റോക്ക് നീഡ്സിൽ ടു ഡു എന്നുള്ളൊരു ഏരിയ ഉണ്ടാവും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സ്റ്റോക്ക് റിക്വസ്റ്റും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് നീഡ്സ് ടു ഡു ഫേവറേറ്റ്സിൽ നിന്ന് സ്റ്റോക്ക് നീഡ്സ് ടു ഡു ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഓരോ ടൈമിൽ ഓരോ റിലീഫ് ക്യാമ്പിൽ നിന്നുള്ള റിക്വസ്റ്റും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഇവിടെ ഉണ്ടാവും. ഫസ്റ്റ് GLPS ലക്കിടി എന്നുള്ള ആ ഒരു റിലീഫ് ക്യാമ്പിൽ ഞാൻ ആ ഒരു ഓപ്ഷൻ ഞാൻ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ആ ഒരു ടൈമിൽ ഓക്കെ കുട്ടികളുടെ ഭക്ഷണം അല്ലെങ്കിൽ ബേബി ഫുഡ് എന്നുള്ളൊരു റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഏതിലേക്കാണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ഏരിയ, അല്ലെങ്കിൽ ഓക്കെ ഞാൻ വേറൊരു പുതിയതായിട്ടുള്ള ഒരെണ്ണം എടുക്കുകയാണ്. സോ ഇതിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓക്കെ എത്രയാണ് ബ്രെഡ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എത്രയാണ് അവരുടെ നീഡ് എന്നുള്ളത് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. അവരുടെ ഡിസ്ക്രിപ്ഷൻ അവരെന്താണ് അവിടെ നിന്ന് ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഇൻഫർമേഷൻസ് നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് അസൈൻ ടു ഏത് സെൻറ്ററിൽ നിന്നാണ് ഡിറ്റക്ട് ആവേണ്ടത് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ അസൈൻ ടൂവിലേക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത് SMV എന്നുള്ളൊരു കളക്ഷൻ സെൻറ്ററിൽ നിന്നാണ് ഞാൻ ഇതിപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ആ ഒരു കളക്ഷൻ സെൻറ്റർ ഞാൻ അവിടെ ചൂസ് ചെയ്തു. റെക്കോർഡ് ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം അസൈൻ ടു സെൻറ്റർ എന്നുള്ള ആ ഒരു ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ അസൈൻ ടു സെൻറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ അസൈൻഡ് ബൈയും അതുപോലെ തന്നെ അസൈൻഡ് ടു എന്നുള്ള ആ ഒരു ഇൻഫർമേഷനും അസൈനായി കിടക്കുന്ന അല്ലെങ്കിൽ ഡേറ്റ ഫില്ലായി കിടക്കുന്ന ഒരു ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. then ഇതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഫൈനൽ ഡെലിവറി നമ്മളിത് അസൈൻ ചെയ്ത ഒരു സെൻറ്ററിലേക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ഡെലിവറിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ഡെലിവറി എന്നുള്ളൊരു ഏരിയ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഡെലിവറി നമ്മൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഡൺ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ എത്രയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ 4 ആണ് നമ്മൾ ഡൺ ക്വാണ്ടിറ്റി ആയിട്ട്, അതായത് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 4 എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ആ നമ്പർ അവിടെ കൊടുക്കുക. പിന്നെ ആ ഒരു ഡേറ്റ സേവ് ചെയ്യുക. ദെൻ ക്രിയേറ്റ് ഡെലിവറിയിൽ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ആ ക്രിയേറ്റ് ഡെലിവറിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിൽ പുതിയൊരു സ്റ്റോക്ക് മൂവ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എത്രയാണോ അത് മൂവ് ചെയ്തിട്ടുള്ളൊരു ഇൻഫർമേഷനും ഒക്കെ ആയിട്ട് നമുക്ക് താഴെ ഒരു ലൈൻ കൂടി അത് ക്രിയേറ്റ് ആവും. പിന്നെ ഇവിടെ നമുക്ക് കൺഫേം ഡെലിവറി ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്തു അതിൻ്റെ കൺഫർമേഷൻ ആയി എന്നുള്ളൊരു ഡേറ്റ നമുക്കിനകത്തിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇത് എപ്പോഴാണോ നമുക്ക് റിലീസ് സെന്ററിൽ റിസീവ് ആവുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ വിളിച്ച് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുന്ന ടൈമിൽ റിസീവ് സ്റ്റോക്ക് ആൻഡ് കംപ്ലീറ്റ് ദ റിക്വസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ജസ്റ്റ്
ഓപ്പൺ ചെയ്യാം. മീൻസ് ഇത് നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്, അതായത് റിലീഫ് ക്യാമ്പിൽ ഇത്രയും പ്രോഡക്ട്സ് എത്തി എന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. സോ അവിടെ എത്തുന്ന ടൈമിൽ നമുക്ക് ഈ റിസീവ് സ്റ്റോക്ക് ആൻഡ് കംപ്ലീറ്റ് ദ റിക്വസ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടണോടെ ക്ലിക്ക് ചെയ്തേക്കുക. സോ അത് ഡൺ എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ആയിട്ടുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ മെയിനായിട്ട് ഇത്രയാണ് നമ്മൾ കളക്ഷൻ സെന്റേഴ്സ് എന്നുള്ള ഒരു ഇതിൽ ആ ഒരു യൂസറിന്റെ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ്. ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു റിപ്പോർട്ട്സ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. അതിന് ഇൻവെൻട്രിയിൽ ഡാഷ്ബോർഡ്സിൽ നമുക്ക് ഇപ്പോൾ ഓരോ പ്രൊഡക്ട്സിലുള്ള ടു ഡു എത്രയാണ്, ടു റിസീവ് എത്രയാണെന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ റിപ്പോർട്ട്സ് ഉള്ള ഒരു ഏരിയ ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ടൊരു കളക്ഷൻ സെന്ററിലുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് ക്വാണ്ടിറ്റി ഓൺ സ്റ്റോക്ക് എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് സ്റ്റോക്കിൽ തന്നെ റിപ്പോർട്ട്സ് ഉള്ള ഒരു ഏരിയ ഉണ്ടാവും. ദെൻ കറണ്ട് സ്റ്റോക്കിന് എക്സൽ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഫസ്റ്റ് ഏത് ഡിസ്ട്രിക്ട് സെന്റർ ആണ് നമുക്ക് വേണ്ടത് ആ ഒരു ഡിസ്ട്രിക്ട് സെന്റർ ഫസ്റ്റ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ഓക്കെ തിരുവനന്തപുരം എന്നുള്ള ഒരു ഡിസ്ട്രിക്ട് സെന്റർ ഞാൻ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഏതാണോ അവിടുത്തെ കളക്ഷൻ സെന്റർ നമുക്ക് വേണ്ടത് ആ കളക്ഷൻ സെന്റർ ചൂസ് ചെയ്യുക. ഏതൊക്കെ കാറ്റഗറി പ്രൊഡക്ട്സ് ആണ് എനിക്ക് വേണ്ടതെന്നുള്ളത് എനിക്കിപ്പം ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ടു എക്സൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അത്രയും ഡേറ്റാസ് നമുക്കൊരു എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും.